ശ്രീ രഞ്ജിത്ത്, ഇതിപ്പോൾ പിണറായി സർക്കാർ ഇത്തരത്തിലൊരു കേസെടുക്കുമ്പോൾ അതിനിവിടെ ഒരു ഒച്ചപ്പാടുമില്ല, ഒരു ബഹളവുമില്ല. ഇവിടെ ന്യൂനപക്ഷ വേട്ട എന്ന് പറയുന്നില്ല, പ്രതിഷേധം നടക്കുന്നില്ല, പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതേ വകുപ്പ് തന്നെയാണ് ഇപ്പോൾ അന്ന് IPC ആയിരുന്നെങ്കിൽ ഇന്ന് BNS അനുസരിച്ച് മനുഷ്യക്കടത്തിന് കേസെടുത്തിരുന്നു. അന്നുണ്ടാകാതിരുന്ന എന്താണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത്? ആയിരത്തി 1922 തൃശ്ശൂരിൽ വെച്ചിട്ടാണ് 2 കന്യാസ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഏതാ പോലീസ്? BJP ഭരിക്കുന്ന സംസ്ഥാനമല്ല, നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലാണ് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നത്. അത് ദർബാദ് ആലപ്പി എക്സ്പ്രസ്സിലാണ് 10ഓളം പെൺകുട്ടികളെ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതേ റെയിൽവേ സ്റ്റേഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കുട്ടികളെയും കന്യാസ്ത്രീകളെയും കണ്ട സമയത്ത് പോലീസ് ചോദ്യം ചെയ്തു. പോലീസ് ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അറസ്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ IPC 370, അതുപോലെ തന്നെ CRPC 277 ഈ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തട്ടിപ്പ്, ബലപ്രയോഗം, അതുപോലെ തന്നെ ഈ അടിമത്തം, ഇതേപോലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് ഈ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, സേനാപതി വേണുവോടും അതുപോലെ തന്നെ LDFൻ്റെ പ്രതിയോടും അന്നൊന്നും കാണാത്ത ആവേശം എന്താ ഇന്ന് ഛത്തീസ്ഗഡിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആവേശം കാണുന്നത്? നിങ്ങളെന്താ ഒരു വരി പോലും അത് പ്രതിഷേധിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, എത്ര മാസമായി ആ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുന്നത്? ഇപ്പോൾ ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. സാക്ഷികളുടെ അഭാവം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പം ജാമ്യം കിട്ടിയിരിക്കുന്നത്. സിസ്റ്റർ എഗ്നസും അതുപോലെ തന്നെ സിസ്റ്റർ സിസിലിയും, ഈ 2 കന്യാസ്ത്രീകൾ മാസങ്ങളുമായി നിങ്ങൾ ഈ ഒച്ചപ്പാടും ബഹളവും എല്ലാം തന്നെ ഛത്തീസ്ഗഡിൻ്റെ വിഷയത്തിൽ നടത്തുമ്പോഴും അവർ ജയിലിൽ കിടക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഇതുവഴി പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത്. ഛത്തീസ്ഗഡിൻ്റെ കോൺഗ്രസിന് ഒരു നിലപാടാണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ആണ് ഈ നിയമം അതിശക്തമായി നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഛത്തീസ്ഗഡിൽ 35 MLA-മാരുണ്ടല്ലോ. ഈ 9 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പ്രതിഷേധ പരിപാടി ആ 35 MLA-മാർ നടത്തിയോ? അവർ ഏതെങ്കിലും ഒരു ജയിലിന് മുമ്പിൽ നിങ്ങളെ സഹായിക്കാൻ വന്നോ? അവിടെയുള്ള മുൻ മുഖ്യമന്ത്രി അദ്ദേഹം നിങ്ങളെ സഹായിക്കാൻ വന്നു. എപ്പോഴാണ് നിരന്തരമായി, അതായത് കോൺഗ്രസിൻ്റെ MP-മാർ 4 മണിക്ക് നമ്മുടെ കേരളത്തിൽ ജയിലുകളും കാണുന്നില്ലേ, 4 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആളുകളെ പ്രവേശിപ്പിക്കില്ലല്ലോ. 4 മണിക്ക് ശേഷമാണ് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ നേതാക്കന്മാർ ജയിലിൽ ഇവർ സന്ദർശിക്കാൻ പോകുന്നത്. ജയിൽ നിയമം അനുസരിച്ച് 4 മണിക്ക് ശേഷം ആരെയും സന്ദർശകരെ കയറ്റാൻ അനുവാദമില്ല. ആ സമയത്ത് ഇവർ ബഹളം വെക്കുകയാണ്. മാധ്യമങ്ങളെ, കേരളത്തിലെ ചില മാധ്യമങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ബഹളം വെക്കുകയാണ്. ആ സമയത്താണ് മണിക്കൂറുകൾ വിളിച്ചതിന് ശേഷമാണ് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിനെക്കുറിച്ച് അഭിപ്രായം ആരായുന്നതിന് വേണ്ടി കേരളത്തിലെ മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ 2 മണിക്കൂറോളം മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ കാവലിരുന്നില്ലേ? എന്തുകൊണ്ട് പ്രതികരണം പറഞ്ഞില്ല? അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. കോൺഗ്രസിന് ഛത്തീസ്ഗഡിലൊരു നിയമമാണ്, കേരളത്തിലൊരു നിയമമാണ്. കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുമായി അടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു, അവരുമായിട്ട് സഹകരിക്കാൻ തയ്യാറാവുന്നു. തൃശ്ശൂർ പാർലമെൻറ്റിൽ BJPയുടെ നേതാവ് സുരേഷ് ഗോപി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത്. ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ പിന്തുണ കൊടുത്തിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഞാൻ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനെയും CPM-നെ സമയത്തോളം വളരെ പിടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് തെറ്റായ രീതിയിൽ, വളരെ മോശമായ രീതിയിലുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമായ രീതിയിൽ BJP നേതാക്കന്മാരെ കരിവാരിത്തേക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ നടത്തിയ നാടകമല്ലാതെ നിങ്ങൾ എന്ത് രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയിരിക്കുന്നത്? ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ വിഷയം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുകയാണ്. ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിന് ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിനോട് നിർദ്ദേശം കൊടുക്കണം എന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയെ പോയി കാണുന്നു. നിലപാട് ലഘൂകരിക്കണം എന്ന് പറയുന്നു. കാരണം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മനുഷ്യക്കള്ളക്കടത്താണ്, മതപരിവർത്തനമാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഈ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തെങ്കിൽ അവരെ ജാമ്യത്തിൽ ഇനി നിയമപരമായ നിലപാടിൽ സ്വീകരിക്കാൻ സാധിക്കൂ. ജുഡീഷ്യറിക്ക് അതിൻ്റെ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന് അടിസ്ഥാനത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് അനൂപ് ആന്റണി പോകുന്നത്. വെറുതെ അവിടെ പോയൊന്നുമല്ല.
നിങ്ങളെ പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ നാടകം കളിക്കാൻ വേണ്ടി പോയതല്ല. നിങ്ങൾ പോകുമ്പോഴെല്ലാം തന്നെ കുറേ മാധ്യമങ്ങളെയും കൊണ്ടാണ് പോകുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിയെയും BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്താനും കരിവാരിത്തേക്കാനും കല്ലെറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുന്നത്. അവരുടെ അജണ്ടയാണ് അവർ കേരളത്തോടെ പേക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ എല്ലാ കള്ളപ്രചരണങ്ങളും അവിടെയുള്ള ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റോട് പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ എന്തു പറഞ്ഞാലും, കാരണം പറയുന്നത് ഒന്നുമില്ലാതെ, നേരത്തെ സേനാപതി വേണു പറഞ്ഞിരിക്കുന്നത് അവർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് അവർ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ബജ്രംഗ് ദൾ, അവിടെ സ്വാഭാവികമാണ്, അവിടെ ഇതിനു മുമ്പ് ഒരുപാട് സംഭവം നടന്നത് കോൺഗ്രസ് ഗവൺമെന്റ് സമയത്ത് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നത്. ബജ്രംഗ് ദളിന്റെ കാര്യത്തിൽ ഞങ്ങൾ ന്യായീകരിക്കുന്നൊന്നുമില്ല. തെറ്റ് ചെയ്തവർ അത് കുറ്റം ഏൽക്കണം. ഇത് തന്നെയാണ് BJPയുടെ അഭിപ്രായം. പക്ഷെ നിരപരാധിയാണെങ്കിൽ അവർ ജയിൽ മോചിതരമാവണം, അവർക്ക് നീതി കിട്ടണം. ഈ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്.